Good morning. Good morning, teacher. Good morning, Jinu and Jasmine. രണ്ടുപേരുള്ളല്ലേ? Yes, teacher. Okay. അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നേ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററും കൂടി ഉള്ള ഈ ഒരു മൊഡ്യൂളില് കേട്ടോ. മറ്റു ചാപ്റ്ററുകളൊക്കെ വായിച്ചിട്ടുണ്ടോ? എല്ലാം വായിച്ചു കഴിഞ്ഞോ? വായിക്കുന്ന ടീച്ചർ എല്ലാം വായിച്ചു. ഓക്കെ, അപ്പൊ ഞാനത് എടുക്കാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ലേബർ റൂം ആണ് കേട്ടോ. ചാപ്റ്റർ 26 ലേബർ റൂം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമുക്കൊക്കെ എക്സ്പീരിയൻസ്ഡ് ഉള്ള കാര്യങ്ങളാണ് ലേബർ റൂമിനെ പറ്റിയിട്ട് അല്ലെ. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ പരിചിതമാണ്, അതുകൊണ്ട് അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. Obstetrics and gynecology services are practiced in almost all of the hospitals where obstetrics deal with the process of childbirth. Not-able functional area of the maternity ward, receiving area, examination area, pre-delivery room, delivery labor room, post-delivery observation room. Okay. അതായത് ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി സേവനങ്ങൾ എല്ലാ ആശുപത്രികളിലും എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും ഇപ്പൊ മിഡ്സൈസർ ആയിട്ടുള്ള ഏതൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എന്ത് കാണാൻ സാധിക്കും? നമുക്ക് ഈ ഒരു ഗൈനക്കോളജി അല്ലെങ്കിൽ ഒരു ലേബർ ഡിപ്പാർട്ട്മെന്റ് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, എല്ലാ ആശുപത്രികളിലും കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടില്ല? നമ്മുടെ എന്താണ് അടുത്തുള്ള ഹെൽത്ത് സെന്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ഉദ്ദേശിക്കുന്നത്. സ്മോൾ ആയിട്ടുള്ള ഹോസ്പിറ്റലും അല്ല, മിഡ്സൈസർ ആയിട്ടും അതുപോലെ ലാർജ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ എന്തുണ്ട്, ഈ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു പ്രസവ വാർഡ് എന്ന് പറയുന്ന ഒരു ലേബർ റൂമിന്റെ മേഖലകളല്ലാത്ത ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ എന്താണ് അവിടെ പ്രോപ്പറായിട്ട് എന്തുണ്ടാവില്ല, ചില കാര്യങ്ങളുടെ അഭാവം ഉണ്ടാവാറുണ്ട് കേട്ടോ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നോട്ട്-ഏബിൾ ഫങ്ഷണൽ ഏരിയ ഓഫ് ദ മെറ്റേണിറ്റി വാർഡ്, റിസീവിംഗ് ഏരിയ, examination area, pre-delivery room, delivery labor room, post-delivery observation room. Okay. The labor room, also named as boothing unit in the hospital, is where childbirth takes place. Is one of the most versatile rooms in the hospital, which grants special facilities ensuring safe prenatal care, delivery and immediate postnatal care for the mothers and the infants. A pregnant woman will go to the delivery room when she is the active phase of labor. This unit is devised to handle a birth of woman, minor surgeries and procedures. The labor delivery recovery room, LDR, are in charge of accommodating all kinds of ഡെലിവറി പ്രൊവൈഡിങ്. ഡെലിവറി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മിസ്സായിട്ടുണ്ട്. ഡെലിവറി തന്നെയാണ് അവിടെ വായിക്കുക കേട്ടോ. പ്രൊവൈഡിങ് മാക്സിമം അഷ്വറൻസ് ആൻഡ് എഫിഷ്യന്റ് ഒബ്സ്റ്ററിക്കൽ കെയർ ഇൻ സർട്ടൈൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. LDR, also known as LDRP suites, labor delivery recovery and postpartum. It is one of the particular of the obstetrical department that grants all the required clinical facilities with the quality infrastructure, sufficient supply of equipment, consumables, and availability of well-trained human resources. അതായത് ഈ ഒരു ലേബർ റൂമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രസവത്തിന് മുമ്പുള്ള പരിചരണം. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പ്രഗ്നൻസി ആയിട്ട് നമ്മൾ അഡ്മിറ്റ് ആയി, അതായത് പ്രസവത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രസവത്തിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് അടുത്തിരിക്കുകയാണെങ്കിൽ എന്താണ്, അതിനു മുമ്പ് നമുക്ക് കെയർ ആവശ്യമാണെങ്കിൽ എന്താണ്, ആ കെയർ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ലേബർ റൂമിൽ നിന്നാണ് നമുക്ക്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമുക്ക് അത് ലഭിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചൈൽഡ് ബർത്തിന് ശേഷം, കുട്ടിയുടെ ചൈൽഡ് ബർത്തിന് ശേഷം എന്താണ്, അമ്മയ്ക്കും കുട്ടിക്ക് വേണ്ട കെയർ കൊടുക്കുന്നത് എവിടെ തന്നെയാണ്, ഈ ഒരു റൂമിലാണ് അത് കൊടുക്കുന്നത്. പിന്നെ എന്താണ്, അതുപോലെ തന്നെ ആശുപത്രികളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വൈവിധ്യമാർന്നിട്ടുള്ള, അതായത് ധാരാളം സവിശേഷതകളുള്ള ഒരു റൂമാണെന്ത്, ഈ ഒരു പ്രസവ മുറി അഥവാ പ്രസവ വാർഡെന്ന് പറയുന്നത് കേട്ടോ. ഇനി ആശുപത്രിയിലെ ബത്തിങ് യൂണിറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ലേബർ റൂം, അതായത് ഇതിനൊരു വേറൊരു പേരുണ്ട്, ബത്തിങ് യൂണിറ്റ് എന്നാണ് ലേബർ റൂമിന്റെ വേറൊരു പേര് കേട്ടോ, ബത്തിങ് യൂണിറ്റ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക്? ക്ലിയർ ആണോ?
ഷാരോൺ ക്ലിയർ അല്ലേ? ആരൊന്നും പറയുന്നില്ലല്ലോ. ക്ലിയർ ആണ് മിസ്സേ. ബർത്തിങ് യൂണിറ്റ് എന്നാണ് ഈ ഒരു ലേബർ റൂമിന് മറ്റൊരു പേര്. പിന്നെ എന്താണ് പ്രസവത്തിന്റെ ആ ഒരു, അതായത് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇല്ല പിന്നെ എന്താണ്, അതായത് ഇപ്പോ ഡെലിവറി സമയത്തൊക്കെ എന്താണ് സ്ത്രീകൾ എന്ത് ചെയ്യും, നമ്മള് ലേബർ റൂമിലേക്ക് എന്താണ് പെട്ടെന്ന് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു നമ്മൾക്കറിയാം ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്താണ് ആ കുട്ടിയിലൂടെ എന്താണ് ഒരു പുതിയ ഒരു വുമൺ ആണ് ജനിക്കുന്നത് അല്ലെ, പുതിയൊരു സ്ത്രീയെയാണ് അമ്മ എന്ന് പറയുന്ന ഒരു ഫോം വരികയാണ് അവിടെ അല്ലെ, ഒരു കുട്ടിയുടെ അമ്മയാകുമ്പോൾ. അപ്പൊ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ഏത് റൂം തന്നെയാണ്? ലേബർ റൂം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡെലിവറി അല്ലാതെ തന്നെ ചെറിയ ചില സർജറീസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ എന്താണ് ഒരു എന്താ പറയാ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ ഒരു ലേബർ റൂം എന്ന് പറയുന്നത് കേട്ടോ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി ലേബർ ഡെലിവറി റിക്കവറി റൂം, അതിനെയാണ് പറയുന്നത് LDR എന്ന് പറയുന്നത് കേട്ടോ. എല്ലാത്തരം ഡെലിവറികളും പരമാവധി എന്താണ് കാര്യക്ഷമതയോടുകൂടി ചെയ്തു തീർക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് വിശ്വാസമുള്ള ഡോക്ടറെയാണ്, ഗൈനക്കോളജിസ്റ്റിനെയാണ് നമ്മൾ കാണിക്കുക അല്ലെ. നമുക്ക് അത്രയും എന്താണ് കുഞ്ഞിന്റെ കാര്യത്തിൽ നമുക്ക് സേഫ്റ്റി വരുത്തണം അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വിശ്വാസമുള്ള ഒരു ഡോക്ടറെയാണ് നമ്മൾ കാണിക്കുക. ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോ അത്രയധികം ഒരു കുഞ്ഞിനാണ് നമ്മൾ ജന്മം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത്രയധികം സുരക്ഷിതത്തോടു കൂടി മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലേബർ റൂം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരുന്നത് എന്താണ്, വളരെയധികം എന്താ പറയാ സുതാര്യവും അതുപോലെ തന്നെ കാര്യക്ഷമതയോടും കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടി അവര് തരുന്നത് കേട്ടോ. ഇനി ചില ഹെൽത്ത് കെയർ, ചില ഹോസ്പിറ്റലുകളിലാണെങ്കിൽ LDR ഈ സ്യൂട്ടുകൾ എന്നിവ എന്താണ് അവ ഇങ്ങനെ അറിയപ്പെടുന്നു. അതായത് അതിന്റെ ഇതാണ് ഞാൻ പറയുന്നത് ഫുൾ ഫോം. അതായത് ഡെലിവറി റിക്കവറി പോസ്റ്റ്മോർട്ടം എന്നും അറിയപ്പെടുന്നു. ഈ ഒരു LDR റൂമുകളെ നമ്മള് അറിയപ്പെടുന്നുണ്ട്. അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് കിട്ടുന്നു. അതായത് ഗുഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ആ ഒരു ഘടനയും കാര്യങ്ങളും നമുക്ക് ആ ഇതിൽ നിന്ന്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞാൽ മതിയായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. ഓക്കെ, അതായത് എക്യുപ്മെന്റ്സും സാധനങ്ങളും. ഇപ്പോ പ്രസവം എന്ന് പറയുമ്പോൾ നോർമൽ ഡെലിവറി ഉണ്ട്, അല്ലാതെ സിസേറിയൻ ഉണ്ട് അല്ലെ. അപ്പൊ സിസേറിയനൊക്കെ ആണെങ്കിൽ നോർമൽ ഡെലിവറി സാധിക്കാത്ത സ്ത്രീകളാണെങ്കിൽ എന്താണ് സിസേറിയൻ ചെയ്തിട്ടാണ് നമ്മൾ കുട്ടിയെ പുറത്തെടുക്കുക. അപ്പൊ അതിനെന്ത് വേണം? ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റും സാധനങ്ങളും ഒക്കെ വേണം അല്ലെ. മതിയായിട്ടുള്ള റിസോഴ്സുകൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള എല്ലാ ക്ലിനിക്കൽ സൗകര്യങ്ങളും നൽകുന്ന ഒരു ഇതാണ് ഈ ഒരു ഒബ്സ്ട്രക്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചോ? ഓക്കെ, ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. This section should be located in a convenient but isolated area. The labor room through remote must be reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patients. It should be not for from the OT and the surgical unit while facilitating the movement of patients, avoiding cross pollution. അതായത് ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത്, അതിന്റെ ലൊക്കേഷൻ അത് ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. അതായത് ഒരു എക്സ്റ്റെൻഡഡ് ഫെസിലിറ്റി, വിശാലമായിട്ടുള്ള
ഒരു ഫെസിലിറ്റിക്കുള്ളിലായിരിക്കണം, ഒരു ഏരിയയിലായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. ഇനി രോഗികൾക്ക് എന്താ പറയാ, സ്വകാര്യ, അതായത് അവരുടെ ഒരു പ്രൈവസി കാത്തു സൂക്ഷിക്കേണ്ട ഒരു വിഭാഗമാണ് എന്ത് ഈ ലേബർ റൂം എന്ന് പറയുന്നത് അല്ലെ. അതായത് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും അതിനകത്തോട്ട് കടക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണ്, സ്ത്രീകളുടെ സ്വകാര്യത സൂക്ഷിക്കുന്ന ഒരു ഇടമായിട്ട് തന്നെ വേണം ഇതിനെ കാണാനായിട്ട്, ഈ ഒരു വിഭാഗത്തെ കാണാനായിട്ട്. അപ്പോ മെയിൻ എൻട്രൻസിൽ നിന്ന് മാറിയിട്ട് എന്താണ്, അതായത് അധികം ദൂരത്തല്ലാതെ എന്നാല് സ്വകാര്യത സംരക്ഷിക്കാൻ പറ്റിയ ഒരു ഏരിയയിലായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, അവിടെ പൊല്യൂഷൻ എന്ന് പറയുന്ന ആ സംഭവങ്ങളൊന്നും അധികം പാടില്ല. പിന്നെ രോഗികളുടെ സഞ്ചാരം സുഗമമാക്കാനായിട്ട് എന്താണ്, സർജിക്കൽ യൂണിറ്റ് എന്നിവയിൽ നിന്ന് അകലെയായിരിക്കരുത്. ഇപ്പൊ എന്താണ്, പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്താണ്, നോർമൽ ഡെലിവറി അല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ സർജിക്കൽ യൂണിറ്റിലേക്ക് കൊണ്ടുപോകും അല്ലെ. അല്ലെങ്കിൽ ഇപ്പോ പ്രസവാനന്തരമല്ലാത്ത ഡെലിവറിയുമായി ബന്ധപ്പെട്ടല്ലാതെ വേറെ എന്തെങ്കിലും നമ്മുടെ എന്താണ് യൂട്രസുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയോ മറ്റോ ആണെങ്കിലും എന്താണ് അവിടെ തന്നെയാ ചെയ്യുന്നത്. അപ്പോ അവർക്കൊക്കെ എന്താണ് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, അകലെ ആയിരിക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ, അവിടുത്തെ സർജിക്കൽ ട്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് പറയുന്നത്, അതായത് മെയിൻ എൻട്രൻസിൽ നിന്നൊക്കെ മാറി നിൽക്കണം, അതുകൂടാതെ അധികം അകലെയായിരിക്കരുത്. എന്നാല് പേഷ്യൻസിന്റെ സ്വകാര്യത, പ്രൈവസി കാത്തു സൂക്ഷിക്കുന്ന ഇടവുമായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഡിസൈൻ ആണ്. ലേബർ റൂംസ് മസ്റ്റ് ബി ഓഫ് ഇനഫ് സൈസ് വിത്ത് ലാർജ് ഡോർസ് ആൻഡ് allowing passage of the bed or stretcher with the attendants. The labor room complex should have enough light, power backup, ventilation, triage area, clean utility area, autoclaved supplies and common supplies as towels, linen, etc. This area should be designed to block out sound, ensuring that the patients can experience optimal comfort and relaxation. Facilities for examination, preparation and observation are also available. അതായത് ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, ലേബർ റൂമുകൾക്ക് എന്ന് പറഞ്ഞാല് വേണ്ടത്ര വലിപ്പം ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണ്, എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആയിരിക്കണം. അപ്പോൾ ലേബർ റൂമുകൾക്ക് ആദ്യത്തെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് വലുതായിരിക്കണം. പിന്നെ വലിയ ഡോറും കാര്യങ്ങളൊക്കെ എന്തിനുണ്ടായിരിക്കണം, ഈ ഒരു ലേബർ റൂമിന് ഉണ്ടായിരിക്കേണ്ട ആവശ്യകതയുണ്ട് കേട്ടോ. അപ്പോ എന്താ പറഞ്ഞത്, ആദ്യം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് വലുതായിരിക്കണം, പിന്നെ വലിയ വാതിലുകള് ഇതിന് ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ എന്താണ്, ഈ ലേബർ റൂമില് ആവശ്യത്തിന് ഉള്ള വെളിച്ചം ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് സർജറിയും മറ്റു കാര്യങ്ങളും ചെയ്യും, അതുപോലെ തന്നെ ഡെലിവറീസ് അറ്റൻഡ് ചെയ്യും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, ലൈറ്റ് എപ്പോഴും പ്രോപ്പർ ആയിട്ട് അവിടെ ഇനഫായിട്ടുള്ള ലൈറ്റ് എന്തായാലും ഇനഫാണ്. അത് ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അവിടെ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കണം, വെന്റിലേഷൻ, അതായത് വെന്റിലേഷനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ ട്രയാജ് ഏരിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് പേഷ്യൻസ് വരുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ട്രയാജ് ഏരിയയിൽ വെച്ചിട്ടാണ് അല്ലെ. ഓക്കെ, അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രയാജ് ഏരിയ എന്തായാലും ഇപ്പൊ കുറെ അധികം ലേഡീസ്, പ്രഗ്നന്റ് ലേഡീസ് വരുമോ അല്ലെ, അറ്റ് എ ടൈമിൽ കുറെ അധികം ലേഡീസ് വരും. അപ്പൊ അവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ട്രയാജ് സെക്ഷനിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, പിന്നെ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ്, കോമൺ സപ്ലൈസ്, പിന്നെ ടൗവലുകള്, അതുപോലെ തന്നെ എന്താണ് ലിനൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് നിർബന്ധമായിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഡിസൈനില് ദ ലേബർ റൂം കോംപ്ലക്സ് ഷുഡ് ഹാവ് ഇനഫ് ലൈറ്റ്, പവർ ബാക്കപ്പ്, അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. പവർ ബാക്കപ്പ്, വെന്റിലേഷൻ, ട്രയേജ് ഏരിയ, clean utility area, autoclaved supplies and common supplies such as towels, linen, etc. നിങ്ങളുടെ അടുത്ത് പ്രിന്റ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നേ? പ്രിന്റ് എടുക്കും ടീച്ചർ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ നോട്ട് ബുക്കില്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് അതായത് ഇവിടെ വരുന്ന രോഗികൾക്ക് എന്താണ് വേണ്ടത്ര എന്താണ് നല്ല രീതിയിലുള്ള വിശ്രമം, റെസ്റ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള കെയറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അവിടുത്തെ ശബ്ദം എന്ന് പറയുന്നത് മിനിമം സൗണ്ട് ആയിരിക്കണം.
ഇപ്പൊ അവിടെ മാത്രമല്ല, നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ള പ്രത്യേകതയാണത് ശബ്ദം, വോയിസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. അതായത് അധികം അവിടെ വോയിസ് അലൗഡ് അല്ല. അപ്പൊ ലേബർ റൂമിൽ എന്താണ്, ഈ പേഷ്യൻസിന്റെ ഇതിന് വേണ്ടിയിട്ട് അവരുടെ റെസ്റ്റിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് സൗണ്ട് എന്നൊക്കെ പറയുന്നത് മിനിമൽ ആയിരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പരിരക്ഷ, അതായത് വളരെയധികം പേഷ്യൻസിനെ അവരെ നോക്കുന്ന ഒരു രീതി, ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസ് ആയാലും അതായത് ഡെലിവറിക്ക് മുമ്പ്, അതായത് കുട്ടി ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് തന്നെയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്താണ്, അങ്ങനെയുള്ള ഒബ്സർവേഷൻ, അതിനുള്ള എക്സാമിനേഷൻ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം അല്ലെ, നമുക്ക് എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോ എന്താണ് ലേബർ റൂമിൽ ചെല്ലുകയാണെങ്കിൽ അല്ലെ, നമ്മളൊരു കുട്ടിക്ക് ജന്മം നൽകാൻ പോവാണ്, നമ്മൾ ലേബർ റൂമിൽ ചെല്ലുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ആയിരിക്കും അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുക അല്ലെ. അതായത് പ്രസവത്തിന് മുമ്പും അവര് നമ്മളെ നന്നായിട്ട് ശുശ്രൂഷിക്കും, പ്രസവത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത് ഡെലിവറി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് വേണ്ട സപ്പോർട്ട് കാര്യങ്ങള്, എക്സാമിനേഷൻ, ഒബ്സർവേഷൻ, ഇതൊക്കെ നൽകുന്നത് ആര് തന്നെയാണ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഇനി IDR എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇത് IDR എന്ന് പറഞ്ഞാല് ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. IDR എന്ന് പറഞ്ഞാല് ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. കോംപ്ലക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 സോൺസ്. അതായത് IDR എന്ന് പറയുന്ന ആ ഒരു ഇതിനെ 3 തിരിച്ചിട്ടുണ്ട്. IDR എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി ആണ്. അതിനെ 3 പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാല് അൺസൈൽ സോൺ ആണ് കേട്ടോ. അൺസൈൽ സോൺ ആണ് ആദ്യം വരുന്നത് കേട്ടോ, അൺസ്റ്റെറൈൽ സോൺ. അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആണ് നോക്കാം. കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അതായത് അതിനകത്ത് ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. അപ്പൊ ഒരു ലേബർ റൂമിനെ ഞാൻ പറഞ്ഞു എന്താണ്, ഈ ഒരു ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി ആ ഒരു പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇതിനൊക്കെ കൂടി എന്താണ്, ഇത് മൊത്തത്തിൽ എന്താ പറയാ, ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നാ പറയാ. അതിനെ തന്നെ 3 സോണുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് അൺസ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത്. അതിനകത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നത്. ചില സ്റ്റാഫുകളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഫാമിലീസും മറ്റും വെയിറ്റ് ചെയ്യുന്നത് വെയിറ്റിംഗ് ഏരിയ, അത് അൺസ്റ്റെറൈൽ സോണിന്റെ ഭാഗമാണ്. പിന്നെ പബ്ലിക് യൂട്ടിലിറ്റി, അതായത് പുറത്തുനിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാല് ഉള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവര് വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അൺസ്റ്റെറൈൽ സോണിലാണ് വരുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് സോൺ ആണ്. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് ചേഞ്ച് റൂം ആണ്. ഓക്കെ, അതിലിപ്പോ പേഷ്യന്റെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മാറ്റുന്ന റൂമുണ്ട്. അതുപോലെ പ്രീ ലേബർ റൂം ഉണ്ട്. ഇപ്പൊ ഡെലിവറിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യും, ഡോക്ടർ നമ്മളെ വന്ന് ചെക്ക് ചെയ്യും അല്ലെ, നമ്മളെ പരിശോധിക്കൂലേ, വളരെ നല്ല രീതിയിൽ നമ്മളെ എക്സാമിൻ ചെയ്യും. നമ്മുടെ ഓരോ കാര്യങ്ങളും എക്സാമിൻ ചെയ്യാറുണ്ട് ഡോക്ടേഴ്സ്, നേഴ്സ് ഒക്കെ വന്നിട്ട്. അപ്പോ പ്രീ ഡെലിവറിക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു റൂമിൽ കൊണ്ടുപോയി കിടത്തും അല്ലെ. ആ റൂമിന്റെ പേരാണത് പ്രീ ലേബർ റൂം എന്ന് പറയുന്നത് കേട്ടോ. ഇനി മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സ്ട്രാ. അതുപോലെ തന്നെ ഡ്യൂട്ടി റൂം ഉണ്ട് അവിടെ. ഇതിലൊരു ലേബർ റൂം ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ട്, ഡ്യൂട്ടി റൂം ഉണ്ട്. കാരണം ഓരോ നേഴ്സിനും ഓരോ ഇതിലുള്ള ഡ്യൂട്ടി ഇട്ടുണ്ടാവും, ഡോക്ടർമാർക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവരൊക്കെ എന്താണ് റെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി റൂം ഉണ്ട്. പിന്നെ മെഡിസിൻസ്, സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഡെലിവറിക്ക് കൊണ്ടുപോകാൻ പോകുന്ന പേഷ്യൻസ് ആണെങ്കിലും, ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസ് ആയാലും എന്താണ് മെഡിസിൻസ് ആവശ്യമാണ് അല്ലെ. അപ്പോ ആ മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്ന റൂം എവിടെയുണ്ട്, ഈ ഒരു പ്രൊട്ടക്റ്റീവ് സോണിന്റെ ഇതില് വരുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഡെലിവറി സോൺ കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം. അതായത് ഡെലിവറി സോൺ അതിനകത്ത് വരുന്നത് ക്ലീൻ സപ്ലൈ റൂം ആണ്, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം എക്സെട്ര. അപ്പൊ മൂന്നാമത്തെ സോൺ വരുന്നത് ഡെലിവറി സോൺ ആണ്. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്, അതായത് ക്ലീൻ ആയിട്ടുള്ള റൂമുകൾ വരുന്നുണ്ട്, പിന്നെ സ്ക്രബ് സ്റ്റേഷൻ വരുന്നുണ്ട്, പിന്നെ ഡെലിവറി റൂം. അപ്പൊ ഡെലിവറി റൂം ഇതിനകത്താ വരുന്നതെന്ന് വെച്ചാൽ അത് ഡെലിവറി സോണിലാണ് വരിക. ഓക്കെ, അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് ഡെലിവറി സോൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?
Yes, teacher. ഇനി നെക്സ്റ്റ് വൺ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് കേട്ടോ. എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സിൽ വരുന്നതെന്ന് നോക്കാം. എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് നഴ്സിംഗ് സ്റ്റേഷൻ കാണാനായിട്ട് സാധിക്കും അല്ലെ. അത് നമുക്കറിയാം, നഴ്സുമാരുടെ ഒരു ഇതുണ്ട് അവിടെ, നഴ്സുമാർക്ക് വേണ്ടിയിട്ട് മാത്രം. അതിനെയാണ് നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിലേറെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ചെന്നാൽ നഴ്സിംഗ് സ്റ്റേഷൻ കാണാനായിട്ട് സാധിക്കും. ലേബർ റൂമിൽ ഇതുപോലെ തന്നെ എന്തുണ്ട്, നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ സൂപ്പർവൈസേഴ്സ് ഓഫീസ് കേട്ടോ. അതായത് അവിടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളുണ്ടാവും, മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ടാവും, അയാളുടെ ഒരു ഓഫീസ് ഉണ്ടാവും. പിന്നെ വെയിറ്റിംഗ് റൂം ഉണ്ടാവും, ആളുകൾ വെയിറ്റ് ചെയ്യുന്ന റൂം ഉണ്ടാവും. സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, അതായത് നമ്മള് കാത്തിരിക്കുന്ന റൂം ഉണ്ടാവും അല്ലെ. അല്ല സോറി, നമ്മള് എന്താ പറയാ, വാഷ് ചെയ്യുന്ന, അതായത് പ്രോപ്പർ ആയിട്ട് നമ്മള് ഹാൻഡ് ഒക്കെ വാഷ് ചെയ്യുന്ന അവിടെ ഏരിയ ഉണ്ടാകും. പിന്നെ ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത്സ് ചേഞ്ചിങ് ഏരിയ. ഡ്യൂട്ടി റൂംസ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഏരിയ ഉണ്ടാകും. റൂംസ് ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻ. അതുപോലെ തന്നെ ഈ ചില എക്യുപ്മെന്റുകൾ നമുക്കറിയാം, ലേബർ റൂമിൽ എന്താണ്, പല എക്യുപ്മെന്റിന് ആവശ്യമുണ്ട്. അപ്പൊ എക്യുപ്മെന്റുകൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ മെഡിസിനുകൾ സ്റ്റോർ ചെയ്യുന്ന റൂം ഉണ്ടാകും. ഓക്കെ. ഇനി സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് അണുവിമുക്തമാക്കാനുള്ള സൗകര്യങ്ങൾ കേട്ടോ. അതായത് ഇപ്പോ നമുക്കറിയാം, പേഷ്യൻസിന് നമ്മൾ എന്താണ്, സർജറി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സിസേഴ്സ് ഉപയോഗിക്കുന്നു, നൈഫ് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്, ഒരു പേഷ്യന്റിൽ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വേറെ പേഷ്യൻസിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോ അതൊക്കെ കഴുകുന്നതിന്, അതൊക്കെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുന്നതിനും മറ്റും എന്താണ്, സംവിധാനം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, ക്ലിനിക്കൽ ഏരിയാസ്. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ വന്നിരിക്കുന്ന ഒരു റൂം ഉണ്ടാവും അല്ലെ. നമുക്കറിയാം, ലേബർ റൂമിലാണെങ്കിൽ ഡോക്ടർക്ക് തന്നെ ഒരു പ്രത്യേക മുറി ഉണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് നമുക്ക് ചെന്ന് പറയാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്, അതുപോലെ തന്നെ എന്താണ്, അതായത് ടൈൽ വിരിച്ചത്. അതായത് ഇപ്പോ ആ ഒരു റൂം എന്ന് പറയുന്നത് എന്താണ്, വെല്ലായിട്ടുള്ള നല്ല രീതിയിലുള്ള ഫ്ലോറിംഗ് ഒക്കെ ആയിരിക്കും അവിടെ നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക. ഇനി സെൻട്രലി എയർ കണ്ടീഷനഡ്, അതായത് ഒരു എയർ കണ്ടീഷൻ സംവിധാനം ഉണ്ടാവും, സെൻട്രലൈസ് ആയിട്ടുള്ള. ഇത്രയും കാര്യങ്ങളാണ് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഈ ഒരു ലേബർ റൂമിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളത് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് നഴ്സിംഗ് സ്റ്റേഷൻ ആണ്. സെക്കൻഡ് വൺ സൂപ്പർവൈസേഴ്സ് ഓഫീസ് ഉണ്ട്. പിന്നെ വെയിറ്റിംഗ് റൂം, സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, റൂം ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്വിപ്മെന്റ് ആൻഡ് മെഡിസിൻസ്, സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ഏരിയാസ്, tiled and anti-skid flooring, centrally air conditioned. Okay, ഇത്രയും വരെ ഒന്ന് ജസ്റ്റ് വായിച്ചേ. ലൊക്കേഷൻ തുടങ്ങി. ഓക്കെ, വായിച്ചോ?
വായിച്ചു ടീച്ചർ. ഇനി അടുത്തത് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ആണ് കേട്ടോ. The protocols for the labor ward offer explicit instructions for managing ward activities, ensuring the ward operates efficiently and deliver excellent medical care to pregnant women. These protocols are in regard to the, അതായത് ലേബർ വാർഡിൽ ചില പ്രോട്ടോകോൾസ് ഉണ്ട്, നമുക്കറിയാമല്ലേ. വളരെയധികം കർശനമായിട്ടുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടോട് കൂടിയാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. മറ്റേതൊരു ഡിപ്പാർട്ട്മെന്റിലും എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ചെന്നാൽ എന്താണ് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനും നമ്മുടെ സജഷൻസ് കേട്ട് അവർക്ക് അതിനുള്ള ഇത് നമുക്ക് തരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ സാധാരണ ഒരു പനിയും ചുമയായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മൾ അവിടെ ചെന്നു, നമ്മൾക്ക് വേണ്ട മരുന്നുകൾ അവർ തരുന്നു, നമ്മൾ വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാണ്. അഡ്മിറ്റ് ചെയ്തിട്ട് എന്താണ്, നമുക്ക് എന്താണ് അസുഖത്തിൽ കുറവില്ല, അല്ലെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട്, കാരണം എന്താണ് നമുക്ക് വേറൊരു ഇതിലേക്ക് പോകാം, എന്താ പറയാ, വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഇന്ന തരത്തിലുള്ള വ്യത്യാസം വരുത്താം എന്നൊക്കെ എന്താണ് നമുക്ക് വേണമെങ്കിൽ സജഷൻസ് പറയാം. അപ്പൊ അതിനനുസരിച്ച് അവര് നമ്മൾക്ക് ഇങ്ങോട്ട് റിപ്ലൈ തരും. പക്ഷെ ഈ ഒരു ലേബർ റൂം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് ഉള്ളത്. കാരണം എന്താ, ഒരു ആളുടെ ജീവൻ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ഒരു കുട്ടിയല്ലേ, ഒരു കുഞ്ഞും കൂടി ഉണ്ട് അല്ലെ, അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ ജീവനും കൂടിയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ഉണ്ട്. അവര് പറയുന്നതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മ പറയില്ലേ, ഡോക്ടറിന്റെ കയ്യിലാണ് അമ്മയും കുഞ്ഞിന്റെയും ജീവൻ എന്നുള്ളത്. അപ്പോ അതിനു വേണ്ടിയിട്ട് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് പാലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ലേബർ വാർഡിനായുള്ള പ്രോട്ടോകോളുകൾ വാർഡ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വാർഡ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഗർഭിണികൾക്ക് മികച്ച ട്രീറ്റ്മെന്റ് നൽകാനും ഈ പ്രോട്ടോകോൾസ് സഹായകമാകുന്നു. അതായത് ഒരു ലേബർ വാർഡിനെ സംബന്ധിച്ച് അതിന്റെ ഫങ്ഷനിങ് നല്ല രീതിയിൽ നടക്കാനും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡികൾക്ക് മികച്ച രീതിയിലുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനുമാണ് ലേബർ വാർഡില് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പ്രോട്ടോകോൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ, ഓരോ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ടാണ്, അവരുടെ മികച്ച രീതിയിലുള്ള പരിചരണത്തിന് വേണ്ടിയിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ, administration and policies encompass the duties and obligation of administrative and professional responsibilities, criteria for admission, traffic control, water regulation, disaster management, etc. ഫസ്റ്റ് വൺ ഒരു പോയിന്റ് ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞു, എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ആര് പറയും? ഷാരോൺ എന്ന് പറയാമോ, അല്ലെ ജാസ്മിൻ എന്ന് പറയാമോ? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ജാസ്മിൻ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഏതാ ടീച്ചർ? ഇതാണ് മോളെ, പ്രോട്ടോകോൾസിൽ ആദ്യം പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് പ്രോട്ടോകോളുകൾ ലേബർ വാർഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന്. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്താ പറയുന്നത്? ആദ്യത്തെ പോയിന്റ്, administration and policies encompass the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, ward regulations, disaster management, etc. എന്താ പറയുന്നത് ഇതിനകത്ത്? Administration policies പറഞ്ഞോ, കുഴപ്പമില്ല, തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. അഡ്മിഷന്റെ ക്രൈറ്റീരിയയും ട്രാഫിക് കൺട്രോളും വാർഡ് റെഗുലേഷൻസ് അതെല്ലാം കൃത്യതയായിട്ട് കൊണ്ടുപോകണം, ചെയ്യണം അല്ലെ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞേ. രണ്ടാമത്തെ പോയിന്റ് എന്താ? clinical recommendations that cover inpatient care, management of labor, postpartum care, newborn care, etc. ഈ
മാനേജ്മെന്റ് ഓഫ് ലേബറും പോസ്റ്റ്മോർട്ടം കെയറും അതെല്ലാം ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസിന്റെ ഇതെല്ലാം കവർ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് എന്താ? ലേബർ ടേബിൾ ഇസ് വൺ ഓഫ് ദ പറഞ്ഞു. Labor table is one of the crucial tools and equipment used in the delivery room. Labor റൂമില് എക്യുപ്മെന്റ്സും ഇതെല്ലാം എക്യുപ്മെന്റ്സും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്ന് നോക്കി അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആ? റേഡിയന്റ് വാർമർ, റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫീറ്റൽ ഡോപ്ലർ, ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നാലെണ്ണം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആ 4 കാര്യങ്ങള് ബൈഹാർട്ട് തന്നെ പഠിച്ചു വെക്കോട്ടെ. റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, പിന്നെ ഫീറ്റൽ ഡോപ്ലർ, ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് അല്ലെ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഒന്ന് വായിച്ചേ. These tools and accessories need to be cleaned, set aside and dried after each use. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് അതെല്ലാം നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. All labor room equipment must be in good functioning order and prepared for usage according to staff. ഇതെല്ലാം ഓക്കെ വെരി ഗുഡ് കേട്ടോ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നത്, അതായത് ഈ ഒരു ഞാന് ഈ ലേബർ വാർഡ് പ്രോട്ടോകോൾസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് അല്ല. നേരത്തെ എന്താ പറഞ്ഞത്? അതായത് ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റിനും കാര്യങ്ങളൊക്കെ എന്താണ്, അതിന് വേണ്ടിയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള പരിചരണവും കാര്യവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ആ പ്രോട്ടോകോളിൽ എന്തൊക്കെയാണ് വരുന്നത്? അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി ആൻഡ് ക്യാമ്പസ്, അതായത് അതിൻ്റെതായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഒരു ഭരണ സംവിധാനം ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസ്, കടമകളുണ്ട്, പിന്നെ എന്താണ് ബാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരെന്താണ് അതിനനുസരിച്ച് എന്ത് വേണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണം, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അധികം റഷ് ആയിട്ടുള്ള ഏരിയ അല്ല. കാരണം ധാരാളം ആളുകളെ എന്ത് ചെയ്യില്ല, ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കടത്തിവിടുക അല്ലെ. ലേബർ റൂം എന്ന് പറയുന്നതിൽ എല്ലാവർക്കും കയറി ചെല്ലാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പൊ അതിനെന്താണ് വ്യക്തമായിട്ടുള്ള, അതായത് ആളുകൾ എന്ന് പറയുന്നതാണ് ലിമിറ്റഡ് ആണ് അവിടെ. ഇപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയുടെ ഫാമിലി ഉണ്ടാകാം, അല്ലെങ്കിൽ ഫാമിലീസിൽ തന്നെ റിലേറ്റീവ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള വിസിറ്റിംഗ് അവേഴ്സിൽ മാത്രമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ് അനുവദിച്ചിരിക്കുന്നത് അവരെ കേട്ടോ. ഓക്കെ, അതാണ് പറയുന്നത് ട്രാഫിക് നിയന്ത്രണം. അതായത് തിരക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ തിരക്കുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോളുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അവര് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി വാർഡ് നിയന്ത്രണങ്ങൾ. ഇപ്പൊ വാർഡിലാണെങ്കിൽ തന്നെ എന്താണ്, പുരുഷന്മാർക്ക് എന്താണ് പ്രവേശനം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല കാര്യങ്ങളൊക്കെ. ലേബർ റൂമില് ആണുങ്ങൾക്ക് പ്രവേശനം ഉണ്ടോ അങ്ങോട്ട് നിൽക്കാനൊക്കെ? ഇല്ല, അല്ലെ, സ്ത്രീകൾ മാത്രമാണ് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവുക. അപ്പോ വാർഡിനുള്ള നിയന്ത്രണങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദുരന്ത നിവാരണം. ഇപ്പൊ എന്തെങ്കിലും എന്താണ് ഇങ്ങനെയുള്ള ഈ ഒരു ഡിസാസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി രണ്ടാമത്തത് clinical recommendations that cover inpatient care, management of labor, postpartum care, newborn care, etc. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഇവിടെ വരുന്ന പേഷ്യൻസിന് എന്താണ് ക്ലിനിക്കൽ റെക്കമെൻഡ്, അതായത് ഇൻപേഷ്യന്റ് കെയർ കൊടുക്കുന്നു. ഇപ്പൊ പ്രസവത്തിന് മുമ്പ് സ്ത്രീയെ ഇപ്പൊ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അങ്ങനെയുള്ള കെയറുകളും മറ്റും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ ഡെലിവറി കഴിയുന്ന സമയത്താണെങ്കിൽ സ്ത്രീക്ക് വേണ്ടിയുള്ള പരിചരണം, ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നു. ഇനി കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കുന്നു കേട്ടോ, ന്യൂ ബോൺ കെയർ കൊടുക്കുന്നു, പോസ്റ്റ്മോർട്ടം കെയർ കൊടുക്കുന്നു. പിന്നെ എന്താണ് ഇൻപേഷ്യന്റ് കെയർ ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ലേബർ വാർഡ് പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ലേബർ വാർഡ് പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട്. എന്നത് നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, വളരെയധികം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത് എന്താണ് പക്ക എന്താണ് ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം. അവിടുത്തെ സ്റ്റാഫുകള് അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് എന്നിവരെന്ന് പറയുന്നത് രോഗികളോട് ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം അല്ലെ. അതായത് ഇപ്പൊ പ്രഗ്നന്റ് ഒരു സ്ത്രീ എന്താണ് ലേബർ പെയിനുമായിട്ട് വന്നു കഴിഞ്ഞാല്
എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ സ്ത്രീയെ നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലെ. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡെലിവറി ആണെങ്കിൽ ഡെലിവറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. ഇപ്പൊ എത്ര വലിയ അത്യാവശ്യം നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത് ചെയ്യാൻ, ആ സ്ത്രീയെ രക്ഷിക്കാന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടിയെ എന്താണ് ഡെലിവറി അറ്റൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ, അതായത് അവിടെയുള്ള തിരക്ക് എന്ന് പറയുന്നത് കുറവാണ്. പിന്നെ വാർഡ് റെഗുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തേൽ വരുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ്, ഇൻപേഷ്യന്റ് കെയർ കൊടുക്കുന്നുണ്ട് സ്ത്രീക്ക്. അതുപോലെ തന്നെ എന്താ പറയാ, പോസ്റ്റ്മോർട്ടം കെയർ കൊടുക്കുന്നുണ്ട്. ന്യൂ ബോൺ കെയർ ഒക്കെ എന്തിൽ വരുന്നതാണ്, ഇതിനകത്ത് വരുന്നതാണ്. ഇനി ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. അപ്പൊ എന്തൊക്കെ ടൂൾസുകളാണ് ഈ ഒരു ലേബർ ടേബിളിൽ ഉണ്ടാവുക, അതായത് ആ ഒരു ഡെലിവറി സമയത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. റേഡിയന്റ് വാമർ വേണം, സ്റ്റെറിലൈസസ് വേണം, അതുപോലെ ഫീറ്റൽ ഡോപ്ലർ വേണം, ഫീറ്റൽ കാർഡിയോഗ്രാഫ്. ഇത്രയും കാര്യങ്ങൾ എന്താണ് ആ ഒരു ഇതില് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി these tools and accessories need to be cleaned, set aside and dried after each use. All labor room equipment must be in a good functioning order and be prepared for usage according to staff. അതുപോലെ തന്നെ ഈ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന അനുബന്ധ ഉപകരണങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ഉപയോഗത്തിന് ശേഷവും കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണം. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയാൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം, ഉണക്കുകയും വേണം. ഓക്കെ, അത് ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് സൂക്ഷിക്കണം. എല്ലാ ലേബർ റൂം ഉപകരണങ്ങളും നല്ല പ്രവർത്തന ക്രമത്തിലായിരിക്കണം. അതായത് എന്താണ്, ഫങ്ഷനിങ് അല്ലാത്ത അല്ലെങ്കിൽ കേടായിട്ടുള്ള ഉപകരണങ്ങളൊന്നും അവിടെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. കാരണം ഇപ്പൊ സിസേറിയൻ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ എക്യുപ്മെന്റ്സിന് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റാതെ ആവുകയോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ആ സർജറി എന്ത് ചെയ്യും, പരാജയപ്പെട്ടേക്കാം അല്ലെ. അപ്പൊ എന്താണ്, ഒരു കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവനാണെന്ത് അതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിക്കേണ്ടതാണ്, ലേബർ റൂമില് സൂക്ഷിക്കേണ്ട ഒന്നാണ് കേട്ടോ. കൂടാതെ ജീവനക്കാർ എന്ത് ചെയ്യണം, ജീവനക്കാർ എല്ലാ തരത്തിലും എല്ലാ സമയത്തും എന്ത് ചെയ്യണം, ഇപ്പോ സർജറി ആണെങ്കിൽ സർജറി, ഡെലിവറി ആണെങ്കിൽ ഡെലിവറി, അത് അറ്റൻഡ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ആളുകളായിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി കേട്ടോ. അത് വായിക്കുക, ജിനു ഒന്ന് വായിക്കൂ. ജിനു ഒന്ന് പറഞ്ഞത് എന്തൊക്കെയാണെന്ന്. ഇത് അല്ലെങ്കിൽ നമുക്ക് ബോറാവും, ഇൻട്രസ്റ്റിംഗ് ആവില്ല ഞാൻ തന്നെ പറഞ്ഞോണ്ടിരുന്ന അല്ലെ. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. എല്ലാ മെഡിക്കൽ സ്റ്റാഫ്സും സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെക്ഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ് in periodic in services. അണുബാധ നിയന്ത്രണമാണ് മോളെ അത് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ, അതായത് ഇൻഫെക്ഷൻ കൺട്രോളിലും കാര്യങ്ങൾക്കുമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത്ര പരിശീലനം കിട്ടിയിരിക്കണം. അതുകൂടാതെ അതിനു വേണ്ടിയിട്ടുള്ള സർവീസുകൾ നമ്മൾ ചെയ്യണം എന്നാ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് എന്താ? The clothing worn should be sanitary and clean. Clothing clean ആയിട്ടും സാനിറ്ററി ഇതൊക്കെ സൂക്ഷിക്കണം. പിന്നെ PPE has to be accessible. നമ്മുടെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ എപ്പോഴും ലഭ്യമായിരിക്കണം. ഉദ്ദേശിക്കുന്നത് PPL ഏത് ആവരണം അല്ലേ നമ്മുടെ? ഓക്കെ, ഇനി training for employees on general and particular practice. എംപ്ലോയീസിന്റെയും ജനറൽ എംപ്ലോയീസിന്റെ ഒക്കെ പർട്ടിക്കുലർ പ്രാക്ടീസിന്റെ ഒക്കെ ട്രെയിനിങ് നടത്തണം, ഉണ്ടായിരിക്കണം. അവർക്ക് എന്താണ്, അതായത് അവിടെയുള്ള എംപ്ലോയീസിന് എന്താണ് കാര്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, ഇൻഫെക്ഷൻ പേഷ്യന്റ് ഷുഡ് ബി അഡ്മിറ്റഡ് ഇൻ എ അക്കോർഡൻസ് വിത്ത് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ. ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഇൻഫെക്റ്റഡ് ആയ പേഷ്യൻസിനെ പ്രവേശിപ്പിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, all fittings
clothing tools and waste need to be treated as contaminated and handled carefully. ഈ ക്ലോത്തിങ് ടൂൾസും വേസ്റ്റുകളൊക്കെ അത് കണ്ടാമിനേറ്റ് ആവാതെയും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കണം. അതായത് മലിനമായിട്ടുള്ള മാലിന്യങ്ങളും അതുപോലെ തന്നെ ഈ മലിനമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ എന്താണ് അത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടാമിനേറ്റ് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഇൻസ്ട്രുമെന്റ് ആൻഡ് അതർ സപ്ലൈസ് ആർ ക്ലീൻഡ്, സെർട്ടിലൈസ്ഡ് ആൻഡ് പ്രൊസീഡ്സ്. ഇൻസ്ട്രുമെന്റും അല്ലാതെ ഉള്ള സപ്ലൈസ് ഒക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് സെർട്ടിലൈസ് ചെയ്യണം ആൻഡ് പിന്നെ പ്രൊസീഡ് ചെയ്യണം. പേഷ്യന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സെറ്റലൈറ്റ് റോബ്സ്. പേഷ്യൻസിന് എപ്പോഴും സെറ്റലൈറ്റുള്ള റോബ്സ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഇൻ ക്രൂ കെയർ. ജീവനക്കാരുടെ ഹെൽത്ത് എന്നുള്ളത് എന്താണ് പ്രധാനമായിട്ടുള്ള കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി ഇത് വായിക്കാം. അതായത് ലേബർ റൂമിൽ നമുക്ക് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി, അതായത് നമുക്ക് സുരക്ഷ, അതായത് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്, ചില നടപടികളുണ്ട്. അതെന്തൊക്കെയാ? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോവഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. അതായത് എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്റ്റാൻഡേർഡ് സുരക്ഷാ നടപടിക്രമങ്ങൾ എന്ത് ചെയ്യണം, പാലിക്കണം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും എന്ത് ചെയ്യണം, നമ്മ സ്റ്റാൻഡേർഡ് സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കണം. പിന്നെ രണ്ടാമത്തേത് പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. അതായത് അണുബാധ നിയന്ത്രണത്തിനെ കുറിച്ചിട്ടുള്ള കറന്റ് ആയിട്ടുള്ള സർവീസും പരിശീലന സെഷനുകളും നടത്തണം. അപ്പൊ എന്താണ്, പുതിയ പുതിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ ജെംസും കാര്യങ്ങളൊക്കെ എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അതിനെ കുറിച്ചിട്ട് ബോധവൽക്കരണം വേണം അല്ലെ. അതായത് ഇപ്പോ ലേബർ റൂമിലായാലും ഹോസ്പിറ്റലിലെ ഏതൊരു മേഖലയിലായാലും എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ, അതായത് പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു, അതിനെതിരെയുള്ള ഇൻഫെക്ഷൻ കൺട്രോളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എന്താണ് ലഭിച്ചിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ദ ക്ലോത്തിങ് വോൺ ഷുഡ് ബി സാനിറ്ററി ആൻഡ് ക്ലീൻ. ധരിക്കുന്ന വസ്ത്രങ്ങള് സാനിറ്ററിയും വൃത്തിയുള്ളതുമായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻ, അതായത് ഈ ഒരു ലേബർ റൂമിനെ സംബന്ധിച്ച് തന്നെ വളരെയധികം ക്ലീൻ ആയിട്ട് വേണം നമ്മള് വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട്. ഓക്കെ, അവിടെ ജീവനക്കാരായാലും പേഷ്യൻസ് ആയാലും ആര് തന്നെ ആയാലും എന്ത് തന്നെയാണ് നമ്മള് നീറ്റായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം അവിടെ ധരിക്കുന്നത്. ഓക്കെ, ഇനി PPE ഹാസ് ടു ബി ആക്സസിബിൾ. PPE ആക്സസ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, PPE അല്ലെ, നമുക്ക് അറിയാം എന്താണെന്ന്, അത് ആക്സസ് ചെയ്യുന്നതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ്. അതായത് ഇപ്പോ ജനറൽ ആയിട്ടുള്ള എംപ്ലോയീസ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ എന്ത് കൊടുക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും മറ്റും കാര്യങ്ങളും എംപ്ലോയീസിന് കൊടുക്കണം. ഇപ്പൊ ലേബർ റൂമിൽ എന്താണ്, ഇപ്പോ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളും എന്ത് ചെയ്യാം അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അവരുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ചില സമയത്തൊക്കെ എന്താണ് കുഞ്ഞിന് ഹാർട്ട് ബീറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വരാം അല്ലെ. നമുക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള സ്ത്രീകൾക്ക് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്, ആ ഒരു ഡെലിവറി ടൈം വരെയുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു ലേഡിക്ക് ചിലപ്പോ എന്താണ് പല കാര്യങ്ങൾ മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകാം, ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പൊ എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഇപ്പോ എന്തെങ്കിലും എക്സൈറ്റ്മെന്റും കാര്യങ്ങൾ കൊണ്ടതാണ് ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി വരും അല്ലെ. അപ്പൊ ഇപ്പൊ ഡോക്ടറിന്റെ ആബ്സെൻസ് ആണ് അവിടെ ഉള്ളെങ്കിൽ എന്താണ് പകരം സ്റ്റാഫുകളും മറ്റു കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇപ്പൊ ഡോക്ടർ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല, നമുക്ക് അറിയാം. അതായത് 24 മണിക്കൂർ ഡോക്ടർ അവിടെ ഇരിക്കില്ലല്ലോ. അതായത് അവരെന്താണ് അവരുടെ വീടുകളിൽ പോകും. ചിലപ്പോൾ രാത്രിയൊക്കെയാണ് ഈ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ മറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുക. അപ്പൊ നമ്മളെ അവിടെ ആദ്യം നോക്കുന്നത് ഇവിടെയുള്ള ചീഫ് നഴ്സും അതുപോലെ തന്നെ മറ്റു ജീവനക്കാരുമാണ് നമ്മളെ നോക്കുന്നത് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, നേരെ ഡോക്ടറെ വിളിച്ച് പറയും ഇങ്ങനെയാണ് കാര്യങ്ങള്, ഇന്നതാണ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അവരാണ് നമ്മളെ ആദ്യം നോക്കുന്നത് അല്ലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ ഷാരോൺ? ശരിയാണ് അല്ലെ. അപ്പൊ അവരാണ് നമ്മളെ ആദ്യം നോക്കുന്നത് അല്ലെ. അതായത് അവർ ഉണ്ടാവില്ല ചിലപ്പോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഈ ഡോക്ടർമാരെ പോലെ തന്നെ എന്താണ്
നോളജും കാര്യങ്ങളൊക്കെ ഈ ഉള്ള സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റാഫുകളെ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ കേട്ടോ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ മാത്രമേ അവിടെ നിർത്തുള്ളൂ ആ ലേബർ റൂമിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇപ്പോ പെട്ടെന്ന് ഇപ്പൊ ഹാർട്ട് ബീറ്റ് കുറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നതെങ്കിൽ എന്താണ് അത് ഡോക്ടറോട് പറയാനായിട്ടുള്ള ഒരു ഇത് ഇവർക്ക് വേണം. ആ ഒരു കഴിവ് എന്ത് വേണം, ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് വേണം. അതനുസരിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നീട് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ ജനറൽ ആയിട്ടുള്ള എംപ്ലോയീസിനാണെങ്കിലും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന എംപ്ലോയീസിനാണെങ്കിലും അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, ഇൻഫെക്ഷൻ പേഷ്യൻസ് ഷുഡ് ബി അഡ്മിറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ്. അതുപോലെ തന്നെ ആശുപത്രി പ്രോട്ടോകോളുകൾ അനുസരിച്ച് അണുബാധയുള്ള രോഗികളെ പ്രവേശിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകം ചിലപ്പോൾ നമ്മള് വേറൊരു ഐസൊലേറ്റഡ് ആ ഒരു ഏരിയയിലായിരിക്കും താമസിപ്പിച്ചിരിക്കുന്നത് അല്ലെ. അവർക്ക് എന്താണ് പ്രത്യേകം എന്താണ് വേറൊരു ഇതുണ്ടാവില്ല എന്ന് വെച്ചാല് സാധാരണ പേഷ്യൻസിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ നമുക്ക് അലോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നമ്മള് പ്രവേശിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. All fitting clothing tools and waste need to be treated as contaminant and handled carefully. അതായത് ഇവിടെ പറയുന്നത് അനുയോജ്യമായ എല്ലാ വസ്ത്ര ഉപകരണങ്ങളും മാലിന്യങ്ങളും മലിനമായി കണക്കാക്കുകയും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളും ആണെങ്കിൽ അത് ചീത്തയായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലിനമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് മലിനമായിട്ട് തന്നെ കണക്കാക്കുകയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. നമുക്കറിയാലോ ലേബർ റൂമിൽ എങ്ങനെയാണ് വരുന്നത്, അതായത് ആഫ്റ്റർ ഡെലിവറി നമുക്കറിയാം എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ വസ്ത്രങ്ങൾ എത്രത്തോളം നമ്മൾ നീറ്റ് ചെയ്യേണ്ട ആവശ്യകതയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ശ്രദ്ധ വേണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ഓൾ ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസ് ആൻഡ് വേസ്റ്റ് നീഡ് ടു ബി ട്രീറ്റഡ് ആസ് കണ്ടാമിനന്റ് ആൻഡ് ഹാൻഡിൽ. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് ആർ ക്ലീൻഡ്, സ്റ്റെറിലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. അതുപോലെ തന്നെ ഉപകരണങ്ങളായാലും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അണുവിമുക്തമാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഒരു പേഷ്യന്റ് ഉപയോഗിച്ചു കഴിഞ്ഞ സാധനങ്ങൾ അണുവിമുക്തമാക്കി ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റൊരു പേഷ്യൻസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പേഷ്യന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സ്റ്റെറൈൽ റോബ്സ്. ഓക്കെ. അപ്പൊ പേഷ്യന്റ് എന്ത് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു ജീവനക്കാരന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എന്തൊക്കെയാണ് സേഫ്റ്റി, അതായത് ആ ഒരു മെഷേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ആരാ പറയാ, ഷാരോൺ എന്ന് പറഞ്ഞേ. ഷാരോൺ. ഹാൻഡ് വാഷിംഗ്, wearing protective clothing, proper disposal of biomedical waste, proper handling of sharp objects, sterilization and disinfection of the items used, processing of a used equipment, sustaining a clean and aseptic environment. അത്ര ഉള്ളു അല്ലേ. ഓക്കെ. അപ്പൊ ലേബർ റൂമിലെ എന്തൊക്കെ മുൻകരുതലുകൾ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. എപ്പോഴും ഹാൻഡ് വാഷിംഗ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഹാൻഡ് വാഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടിയും അതുപോലെ തന്നെ സർജിക്കൽ പ്രൊസീജിയർ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മള് അമ്മയും കുഞ്ഞിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. ധാരാളം എന്താണ് വല്ലമായിട്ടുള്ള, അതായത് ബ്ലഡ് കാര്യങ്ങളൊക്കെ എന്താണ് ധാരാളം എന്താ പറയാ ആ ഒരു സ്റ്റേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ എപ്പോഴും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മള് ഹാൻഡ് വാഷിംഗ് ചെയ്തിരിക്കണം. ഇനി വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, അതായത് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. ജേംസും കാര്യങ്ങളൊക്കെ എന്താണ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തിങ്ങും മറ്റും എന്ത് ചെയ്യണം, നമ്മള് യൂസ് ചെയ്യണം.
പിന്നെ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ നമ്മൾ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ടാവണം. ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ സംസ്കരിക്കണം. ഇനി പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്. അതുപോലെ തന്നെ എന്താണ്, മൂർച്ചയുള്ള വസ്തുക്കൾ നമ്മൾ ശരിയായിട്ട് കൈകാര്യം ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞു സിസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. എന്നാൽ രോഗിയുടെ ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇപ്പോ ഒരു സിസേറിയൻ ചെയ്യുന്ന ഒരു ലേഡി ആണെങ്കിൽ ആ ലേഡിനെ എന്ത് ചെയ്യും, നമ്മൾ ആ ലേഡിയുടെ ആ അബ്ഡോമൻ അല്ലെ, ആ ഒരു അണ്ടർ ആയിട്ടുള്ള അബ്ഡോമൻ ഭാഗം എന്ത് ചെയ്യും, നമ്മള് നൈഫ് കൊണ്ട് എന്ത് ചെയ്യും, നമ്മള് കീറിയിട്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത് അല്ലെ. അതിന് ശേഷം എന്ത് ചെയ്യും, ആ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപകരണങ്ങൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള മൂർച്ചയേറിയിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടുള്ള ഒരു ഇതാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഈ ഒരു മൂർച്ചയുള്ള സാധനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇനി സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ടിങ് ഓഫ് ദ ഐറ്റംസ് യൂസ്ഡ്. അതുപോലെ തന്നെ ഉപയോഗിച്ച വസ്തുക്കളുടെ അണുനശീകരണം അണുവിമുക്തമാക്കൽ. ഇപ്പൊ ഒരു പേഷ്യന്റിൽ ഉപയോഗിച്ച വസ്തുക്കളാണെങ്കിൽ അത് കഴുകി ഉണക്കിയതിന് ശേഷമാണ് വേറെ പേഷ്യന്റിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി പ്രോസസിങ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. അതുപോലെ തന്നെ ഉപയോഗിച്ച ഉപകരണങ്ങൾക്ക് വേസ്റ്റ് വന്നു, പിന്നെ അത് രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഉപകരണങ്ങളാണെങ്കിൽ ആ ഉപകരണങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങും മറ്റും അതൊക്കെ കൊണ്ട് കളയാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഇനി സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. അതുപോലെ തന്നെ എന്താണ്, ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷം, ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അതാണ് അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് എന്ത് ചെയ്യണം, സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മള് മുൻകരുതലുകൾ എടുക്കേണ്ടത് കേട്ടോ. ലേബർ റൂമില് നമ്മൾ പാലിക്കേണ്ട ചില പ്രിക്കോഷൻസ് ആണ് ഹാൻഡ് വാഷിങ്, വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്, സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ടിംഗ് ഓഫ് ദ ഐറ്റം യൂസ്ഡ്, പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്, സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് സെപ്റ്റിക് എൻവയോൺമെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. മനസ്സിലായി? നമ്മൾ ജസ്റ്റ് വായിച്ചു വയ്ക്കാൻ മതിയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു പോകാം കേട്ടോ. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ, ടീച്ചർ. എല്ലാവരും മുന്നോട്ട് പ്രസന്റ് ആവുന്ന അടുത്ത ക്ലാസ്സില്. ഓക്കെ, താങ്ക് യു ടീച്ചർ. Thank you.